ഹലോ ഫ്രണ്ട്സ്, ഞാൻ വന്നിരിക്കുന്നത് പ്ലാന്റ്സ് ഒക്കെ നട്ടു വളർത്താൻ ആഗ്രഹിക്കുന്ന തുടക്കക്കാർക്ക് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആയിട്ടാണ്. അതായത് നല്ല വിലക്കുറവിൽ കൊടുക്കുന്ന കുറച്ച് പ്ലാന്റ്സ് ആണ് ഇന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്നത്. എല്ലാവർക്കും പറ്റിയിട്ടുള്ളൊരു നല്ലൊരു ചാൻസ് ആണിത്. നല്ല വിലക്കുറവിലാണ് ഇപ്പോൾ പ്ലാന്റ് സെയിൽ ചെയ്യുന്നത്. ഇതിൽ ആദ്യം വരുന്നതാണ് ഹൈഡ്രാഞ്ച പ്ലാന്റ്. ഹൈഡ്രാഞ്ചിന് ഒരു 5 പ്ലാന്റ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു കോംബോ ആണിത്. 5 പ്ലാന്റിന് വെറും 235 രൂപയാണ് വരുന്നത്. മുമ്പുള്ള റേറ്റ് എല്ലാം കുറച്ചിട്ട് ഇപ്പോൾ റേറ്റ് കുറവിലാണ് ഇപ്പോൾ പ്ലാന്റ് കൊടുക്കുന്നത്. വീഡിയോയിൽ പ്ലാന്റ് സൈസും കാണിക്കുന്നുണ്ട്. അടുത്തായിട്ട് വരുന്നത് ചൈനീസ് ബാൾസത്തിൻ്റെ കോംബോ ആണ്. ചൈനീസ് ബാൾസത്തിൻ്റെ 10 പ്ലാന്റ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു കോംബോ ആണിത്. 10 പ്ലാന്റിന് 270 രൂപയാണ് വരുന്നത്. അത്യാവശ്യം കെയർ കൊടുത്ത് വളർത്തിയേക്കേണ്ട ഒരു പ്ലാന്റ് ആണ് ചൈനീസ് ബാൾസം. മുമ്പുള്ള വീഡിയോയിൽ ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട്. അടുത്തായിട്ട് വരുന്നത് അച്ചിമെൻസ് പ്ലാന്റ് ആണ്. അച്ചിമെൻസ് പ്ലാന്റിൻ്റെ 8 പ്ലാന്റ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു കോംബോ ആണിത്. 8 പ്ലാന്റിന് 290 രൂപയാണ് വരുന്നത്. ഇത് നമുക്കൊരു പോട്ട് നിറയെ ഫ്ലവർ തരുന്ന സുന്ദരി ചെടിയാണ്. അധികം കെയർ ഒന്നും കൊടുക്കാണ്ട് നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റും കൂടിയാണിത്. ഇതിനാകെ ശ്രദ്ധിക്കേണ്ട കാര്യം ഓവറായിട്ട് വെയിൽ കിട്ടുന്ന സ്ഥലത്ത് വെക്കരുത്. അതുപോലെ തന്നെ ഈർപ്പം കെട്ടിക്കാണ്ടിരിക്കാൻ നോക്കുക. ആ ഒരു കാര്യം കൂടി മെയിനായിട്ട് ശ്രദ്ധിക്കുക. 8 പ്ലാന്റിന് 290 രൂപയാണ് വരുന്നത്. ഇത് നമുക്ക് വെർട്ടിക്കൽ ഗാർഡനായിട്ടും അതുപോലെ തന്നെ നിലത്തും ഹാങ്ങിങ് പോട്ടിലൊക്കെ വെച്ച് വളർത്തിയെടുക്കാൻ പറ്റുന്ന അടിപൊളി ചെടിയാണ്. അധികം കെയർ ഒന്നും കൊടുക്കാണ്ട് നമ്മൾ നല്ല ഭംഗിയിൽ വളർന്നിട്ടുന്ന ഒരു പോട്ട് നിറയെ ഫ്ലവർ തരുന്ന സുന്ദരി ചെടിയും കൂടിയാണിത്. വീട്ടിൽ പ്ലാന്റ് സൈസും കാണിക്കുന്നുണ്ട്. നല്ല റൂട്ടായിട്ടുള്ള ഹെൽത്തി പ്ലാന്റാണ് അയച്ചു കൊടുക്കുന്നത്. അടുത്തായിട്ട് വരുന്നത് റൊസിഡോ പ്ലാന്റ് ആണ്. റൊസിഡോൻ്റെ ഒരു 3 വെറൈറ്റിയാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. റെഡ്, യെല്ലോ, വൈറ്റ് എന്നീ കളേഴ്സാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. ഇതിൻ്റെ ഒരു പ്ലാന്റിന് വരുന്നത് 70 രൂപയാണ് വരുന്നത്. നല്ല ഭംഗി നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റാണിത്. അടുത്തായിട്ട് വരുന്നത് നമുക്ക് ഇൻഡോറിൽ ഷെയ്ഡിലൊക്കെ വളർത്തിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റാണ് ക്രിസ്മസ് കാറ്റസ്. ക്രിസ്മസ് കാറ്റസിൻ്റെ ഒരു 6 പ്ലാന്റ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു കോംബോ ആണിത്. 6 പ്ലാന്റിന് 180 രൂപയാണ് വരുന്നത്. മണ്ണ് നനവില്ലെങ്കിൽ മാത്രമേ വാട്ടർ ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ. ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ കാറ്റസ് വെറൈറ്റി തന്നെ പെട്ടെന്ന് വളർന്നിട്ടുന്ന വെറൈറ്റി കൂടിയാണ് ക്രിസ്മസ് കാറ്റസ്. അടുത്തായിട്ട് വരുന്നത് സ്റ്റാർ ജാസ്മിൻ എന്നറിയപ്പെടുന്ന പ്ലാന്റ് ആണ്. ഇതിൻ്റെ ഒരു പ്ലാന്റിന് വരുന്നത് 60 രൂപയാണ് വരുന്നത്. ബോട്ടിൽ നിലത്തൊക്കെ വെച്ച് വളർത്തിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റ് ആണ്. നല്ല സ്മെല്ലുള്ളൊരു ഫ്ലവറിംഗ് പ്ലാന്റ് കൂടിയാണിത്. അടുത്തായിട്ട് വരുന്നത് മാണ്ടിവില്ല പ്ലാന്റ് ആണ്. മാണ്ടിവില്ലിൻ്റെ പിങ്കും വൈറ്റും ആണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. പിങ്കിന് 120ഉം വൈറ്റിന് 90 രൂപയാണ് വരുന്നത്. വീഡിയോയിൽ പ്ലാന്റ് സൈസും കാണിക്കുന്നുണ്ട്. അടുത്തായിട്ട് വരുന്നത് റോസ്മേരി എന്നറിയപ്പെടുന്ന പ്ലാന്റ് ആണ്. നല്ല മുടി വളർച്ചക്കൊക്കെ ഉപയോഗിക്കുന്ന ഒരു പ്ലാന്റ് ആണിത്. ഇതിൻ്റെ ഒരു പ്ലാന്റിന് വരുന്നത് 80 രൂപയാണ് വരുന്നത്. അടുത്തായിട്ട് വരുന്നത് ലിപ്സ്റ്റിക് പ്ലാന്റ് എന്നറിയപ്പെടുന്ന പ്ലാന്റ് ആണ്. ഇതിൻ്റെ ഒരു 7 പ്ലാന്റ് ആണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. 7 പ്ലാന്റിന് 280 രൂപയാണ് വരുന്നത്. പെട്ടെന്ന് വളർന്നിട്ടുന്ന ഒരു വെറൈറ്റിയാണ് ലിപ്സ്റ്റിക് പ്ലാന്റ്. നല്ല ഫ്ലവർ ഉണ്ടാകുന്ന പ്ലാന്റും കൂടിയാണ്. ലിപ്സ്റ്റിക്കിൻ്റെ ഷേപ്പിലായിരിക്കും ഇതിൻ്റെ പ്ലാന്റ് ഉണ്ടാകുക. അടുത്തായിട്ട് വരുന്നത് ഹോയ പ്ലാന്റ് ആണ്. ഇതൊരു ഹാങ്ങിങ് വെറൈറ്റി ആണ്. ഹാങ്ങിങ് വെറൈറ്റി തന്നെ നല്ല ഭംഗിയിൽ ഫ്ലവർ ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് കൂടിയാണിത്. നല്ല ബൊക്ക പോലെയാണ് ഫ്ലവർ ഉണ്ടാകുക. ഇതിൻ്റെ ഒരു 9 പ്ലാന്റിന് 350 രൂപയാണ് വരുന്നത്. അധികം കെയർ ഒന്നും കൊടുക്കണം, നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റ് ആണിത്. അടുത്തായിട്ട് വരുന്നത് ആഫ്രിക്കൻ വയലറ്റിൻ്റെ ഒരു കോംബോ ആണ്. ആഫ്രിക്കൻ വയലറ്റിൻ്റെ 5 പ്ലാന്റ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു കോംബോ ആണിത്. 5 പ്ലാന്റിന് 245 രൂപയാണ് വരുന്നത്. ഇത് നമുക്ക് ഇൻഡോറിൽ ഷെയ്ഡിലൊക്കെ വളർത്തിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റ് ആണ്. ഇതിന് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഓവറായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കരുത്. മണ്ണ് നനവില്ലെങ്കിൽ മാത്രമേ വെള്ളം ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ. ഓവറായിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ പ്ലാന്റ് പെട്ടെന്ന് ചീഞ്ഞു പോകും. ആ ഒരു കാര്യമാണ് മെയിനായിട്ട് ശ്രദ്ധിക്കാനുള്ളത്. അടുത്തായിട്ട് വരുന്നത് പോട്ടിൽ നിലത്തൊക്കെ വെച്ച് വളർത്തിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റാണ് കമേലി പ്ലാന്റ്. കമേലിൻ്റെ ഒരു 4 വെറൈറ്റി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു കോംബോ ആണിത്. റോസാപ്പൂക്കളായിട്ട് സാമുള്ളൊരു ഫ്ലവറിംഗ് പ്ലാന്റ് കൂടിയാണിത്. റോസാപ്പൂക്കളെക്കാളും കുറച്ചും കൂടി ഇതളുകൾ കൂടുതലായിരിക്കും ഇതിനുണ്ടാകുക. 4 പ്ലാന്റിന് 440 രൂപയാണ് വരുന്നത്. ഇത് എപ്പോഴും ഫ്ലവർ തരുന്ന പ്ലാന്റ് ആണ്, സീസൺ പ്ലാന്റ് അല്ല. വർഷത്തിലുടനീളം നമ്മുടെ വീട്ടുമുറ്റത്തൊക്കെ നല്ലോണം ഫ്ലവർ തരുന്ന പ്ലാന്റും കൂടിയാണിത്. സെമി ഷെയ്ഡിലുള്ള സ്ഥലത്തോണം പ്ലാന്റ് വെക്കാൻ വേണ്ടിയിട്ട് ആ ഒരു കാര്യം മെയിനായിട്ട് ശ്രദ്ധിക്കുക. വെയിലും തണലും കിട്ടുന്ന സ്ഥലത്തോണം പ്ലാന്റ് വെക്കാൻ വേണ്ടിയിട്ട്. അടുത്തായിട്ട് വരുന്ന 10 ഫ്ലവറിംഗ് പ്ലാന്റ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു കോംബോ ആണിത്. 10 പ്ലാന്റിന് 375 രൂപയാണ് വരുന്നത്. നമ്മുടെ ഇഷ്ടത്തിന് വളർത്തിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റ് ആണിത്. വേലിയിലും ടെറസിൻ്റെ മുകളിലൊക്കെ വളർത്തിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റ് ആണിത്. 10 പ്ലാന്റിന് 375 രൂപയാണ് വരുന്നത്. ഈ ഒരു കാലാവസ്ഥയിലൊക്കെ വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പ്ലാന്റ് കൂടിയാണിത്. അടുത്തായിട്ട് വരുന്നത് ഗ്ലോക്സീന പ്ലാന്റ് ആണ്. ഗ്ലോക്സീനൻ്റെ ഒരു 4 വെറൈറ്റി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു കോംബോ ആണിത്. 4 പ്ലാന്റിന് 370 രൂപയാണ് വരുന്നത്. ആഫ്രിക്കൻ വയലറ്റിൻ്റെ അതേ കെയറിങ്ങിനാണ് ഇതിനും വരുന്നത്. ഓവറായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കരുത്. ആ ഒരു കാര്യമാണ് മെയിനായിട്ട് ശ്രദ്ധിക്കാനുള്ളത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഇടയിൽ കിഴങ്ങുണ്ടാവും. അതുകൊണ്ട് തന്നെ പുതിയ പ്ലാന്റുകൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ആവശ്യമുള്ളൊരു വാട്സാപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക.